അപ്പോൾ നന്ദിയോടെ കർത്താവിന് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഈശോ എന്ത് പറഞ്ഞു? ഈശോ എന്താ പറഞ്ഞ? ഒരു കാര്യം, ആ മാധുര്യം അനുഭവിക്കാൻ പറ്റിയോ? ഇതിപ്പോൾ ട്രയലാണ്. ഇത് ഇനി നിങ്ങൾ ഞാൻ എൻ്റെ ഡയറക്ഷൻ ഇല്ലാണ്ട് വെളുപ്പിനൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ രാത്രിയൊക്കെ ചെയ്യണം. ഭയങ്കര കത്തിജ്വലിക്കുന്ന അനുഭവമായിരിക്കും. ഓക്കെ, ഇനി നമ്മളിന്ന് ഊണ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന വർക്ക്ഷോപ്പ് സെഷനാണ്. വർക്ക്ഷോപ്പ് അതായത് ഇപ്പോൾ നമ്മൾ വരദാനങ്ങളുടെ അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്ന മാതിരി ആ ഗ്രൂപ്പിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ഗ്രൂപ്പിൽ നമ്മൾ 4-5 പേരുടെ ഗ്രൂപ്പാകുമ്പോൾ ഒരാൾക്ക് വേണ്ടി മറ്റ് 4 പേര് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ദർശനം കിട്ടുകയോ സന്ദേശം എടുത്ത് പ്രാർത്ഥിക്കണം. എന്താണ് പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് വേണ്ടി നൽകുന്ന സന്ദേശം? എന്നിട്ട് ആ സന്ദേശം എടുത്തിട്ട് അതോടൊപ്പം ആ വ്യക്തിയുടെ ചില പേഴ്സണൽ കാര്യങ്ങൾക്കും ലോകശാന്തിക്കും എല്ലാം വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. അങ്ങനെ മാറി മാറി 5 പേരുണ്ടെങ്കിൽ 5 പ്രാവശ്യം പ്രാർത്ഥിക്കും. ആ സമയത്ത് നമ്മളിൽ വരദാനങ്ങൾ ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങും. ദർശനങ്ങൾ കാണും. അപ്പോൾ ഒരാൾക്ക് ഒരു ദർശനം കിട്ടുമ്പോൾ മറ്റേ ആൾക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഇതിന് തോന്നിയാണെങ്കിൽ അമേരിക്കയുടെ മുകളിലെ ഒരു കാർമേഘം കാണുന്നു. അപ്പോൾ വേറൊരാൾ തോന്നുന്നത് ഞാൻ മാതാവ് കൊന്തയും കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണ കാണുന്നു. അപ്പോൾ വേറൊരാൾ തോന്നണം അങ്ങനെ കൊന്തയിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാണ് മാർഗം മാറിപ്പോകുന്നു. ഇപ്പം ഈ 3 ദർശനങ്ങളും തമ്മിൽ കണക്ഷൻ വന്നില്ലേ? അപ്പോൾ നമുക്കൊരു കൺഫർമേഷനായി ഇല്ലേ? അപ്പോൾ ഈ ദർശനങ്ങളെല്ലാം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇഷ്ടമുള്ളതായിട്ട് ശുശ്രൂഷ ചെയ്താൽ പോരാ. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദർശനം കിട്ടിയത് 100 അഡറേഷൻ സെൻ്ററുകൾ ഇന്ത്യയിൽ തുടങ്ങാനായി. 100 അഡറേഷൻ സെൻ്ററുകൾ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുടങ്ങിക്കഴിഞ്ഞു. 100-ൽ പരം സെൻ്ററുകൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാവനയ്ക്കോ ചിന്തയ്ക്കോ ഉൾക്കൊള്ളാവുന്നതിന് വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മൾ സംസാരിക്കും. ഇപ്പോൾ ഇന്ന് അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ വരം, നിങ്ങളൊരു പുതിയ അഭിഷേകം, നിങ്ങൾക്കൊരു പുതിയ പ്രമോഷൻ. ആ ഒരു നാണയം 10 കൊടുത്തു കഴിഞ്ഞപ്പോൾ നീ ഇനിമേൽ 10 നഗരങ്ങളുടെ പേര്, നീ 10 ശുശ്രൂഷകൾ ചെയ്യുക എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വിശ്വാസം കിട്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന പഠിച്ചിരിക്കുന്നു. ഇനി അതിനുവേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണം പുതിയ ശുശ്രൂഷകളായി. ഉറങ്ങരുത്. നാളെ 9 ദിവസം കഷ്ടപ്പെട്ട് ധ്യാനിച്ചു വന്നു സുഖമായിട്ട് പറഞ്ഞിട്ട് എന്ന് ആരും വിചാരിക്കാം. ഉറങ്ങിയാൽ പോയി. ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങാനല്ല പറഞ്ഞേക്കണം. ക്ഷീണിക്കുന്നവരും എൻ്റെ അടുത്ത് വരാനോ പറഞ്ഞേക്കണം. കട്ടിൽ പിടിക്കാനല്ല പറഞ്ഞേക്കണം. അധ്വാനിക്കുന്നവരും ശുശ്രൂഷ നടത്തി ഭാരം ചുമക്കുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഒരു ദിവസം ഒന്ന് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തളരും. ഓക്കെ, അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരിക എല്ലാവരും. 8:30 കൃത്യം 8:30
നമ്മൾ ഈ ടീം ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പ് നടത്താൻ പറ്റും.